അറിയോ? നമുക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഈ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതെനിക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരുമോ? ഡിസ്കോഴ്സ് ഈ ഡിസ്കോഴ്സ് ഇപ്പം ഈ പാരഗ്രാഫിലുണ്ട്, അടുത്ത പാരഗ്രാഫിലും ഉണ്ട്. ആ മൂന്നാമത്തെ പാരഗ്രാഫിലും അറ്റ് ദ കോർ ഓഫ് ദ ഡിസ്കോഴ്സ് പെർസെപ്റ്റീവ് മാസ് ഉണ്ടെന്ന് പറയുന്നു അല്ലേ? മൂന്നെണ്ണത്തിലും ഉണ്ട് ഡിസ്കോഴ്സ്. ഈ ഡിസ്കോഴ്സ് പിന്നെ ഇവിടാണ് എന്താണ് അതിനുള്ള പറയുന്നത്? ദ പോസിബിലിറ്റി ഓഫ് ദ ഹെഡിങ് പോസിബിലിറ്റി ഓഫ് സ്ട്രക്ചറൽ അനാലിസിസ് ഇൻസൈഡ് ദ വേൾഡ് ഓഫ് ദ ഡിസ്കോഴ്സ്. അപ്പോ ആ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞപ്പോ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞപ്പം കോൺഷ്യസ് പേഴ്സൺ ഇൻസൈഡ് ഹിസ് പ്രോപ്പർ വേൾഡ് ഓഫ് ഡിസ്കോഴ്സ്. അപ്പോ ആ ഡിസ്കോഴ്സ് മെന്റൽ ഡിസ്കോഴ്സ് തന്നെ ആയിരിക്കും ഉള്ളിൽ നടക്കുന്ന അവന്റെ ഇതിന് മുമ്പേ ഉണ്ടായ. അപ്പൊ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കണക്ക് പറഞ്ഞ ആന്തരികമായിട്ട് നടക്കുന്ന സംഭവത്തിനെയാണ് അത് എന്തിനെ ബേസ് ചെയ്ത്? അവന്റെ ആ കണ്ടീഷൻഡ് മൈൻഡിനെ ബേസ് ചെയ്ത് അവന്റെ മുൻ എക്സ്പീരിയൻസസ് വെച്ച് അവന്റെ ചിത്തിൽ ഫീഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് അവന് പിന്നെ അത് വെച്ചിട്ട് പിന്നെ ഈ ഔട്ട്സൈഡ് വ്യൂയിങ്ങിൽ നിന്നും കാണുന്നതും ഗ്രഹിക്കുന്നതും ഉണ്ടാവുന്ന ആ ധാരണകള് പിന്നെ ആ പഴയ ധാരണകൾ അതിനകത്തുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു പുതിയ ധാരണ വരണമെങ്കിൽ എങ്ങനായിരിക്കും? ഉള്ളില് ഒരു എന്തോ ഒരു പുതിയ ഒരു ആസ്പെക്ട് വന്നു. ആ ധാരണ ഉൾക്കൊള്ളണമെങ്കിൽ he will fall back on that internal discourse. He will be speculating inside at the, ജീവഭാവമായിരിക്കും self, at the level of the self. കോൺഷ്യസ്നെസ് എത്തിയിട്ടില്ല. പ്യുവർ കോൺഷ്യസ്നെസ് ബ്രഹ്മവിദ്യയിൽ എത്തിയിട്ടില്ല. അപ്പൊ ഇന്നലെ ഒരു കാര്യോട് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യോട് ഞാൻ പറയാം. നമ്മള് അതോട് പറഞ്ഞിട്ട് ആത്മവിദ്യയും ബ്രഹ്മവിദ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, if an individual, if a being who is existing as a jivatma, means he has not become an atma, but he is a jivatma where the mind is operating, the aham bhava is there, and therefore he is not experienced that atma level. Then that is a jivatma. But supposing he has evolved, he got that experience of that atma, that suranam vadi കുറച്ചുകൂടെ പിന്നെ സാധന ചെയ്ത് ഇന്നർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ആ ഒരു തലം അനുഭവിച്ച് കഴിഞ്ഞിട്ട് then if he can also experience that syncing with other beings in the universe and view that also as that what is there within him, a consciousness, your consciousness, ആ കോൺഷ്യസ്നെസ് തന്നെ മറ്റേതിലും കാണാൻ പറ്റുമെങ്കിൽ, അതായത് ഒബ്സർവറും ഒബ്സർവ്ഡും അല്ലെങ്കിൽ പെർസീവറും ആ പെർസീവ്ഡും പെർസെപ്ഷനും ഒന്നായി എല്ലാത്തിലും അതേ തലത്തിൽ കാണാൻ പറ്റുമെങ്കിൽ, അറ്റ് ദ ലെവൽ ഓഫ് അവയർനെസ്, അറ്റ് ദ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് കാണാൻ പറ്റുമെങ്കിൽ, that is acquiring of Brahmavidya. That is the time when he gets that Brahmavidya. Otherwise, until then, it will be the Atma Vidya. He has to go a little bit higher level from the Jivatma to the Atma, and from the Atma still further he has to go to come to that pure consciousness, Akhanda Bodhan level lotu varanengil. Appada aa Brahmatine cosmic level ulla ആ യൂണിവേഴ്സൽ നോവർ എന്നുള്ള തലത്തിൽ വേണം. നോട്ട് ദ നോവർ ഓൺലി ട്രാപ്ഡ് വിതിൻ ദ ബോഡി, ബട്ട് ദ നോവർ, ദ യൂണിവേഴ്സൽ കോസ്മിക് നോവർ എന്നുള്ള ആ ലെവലില് പോയാൽ എല്ലാത്തിലും ഉള്ളതാണെന്ന് ആ ഒരു തലം എത്തുമ്പോഴാണ് ബ്രഹ്മവിദ്യ കിട്ടുന്നത്. സോ വെദർ ബ്രഹ്മവിദ്യ കിട്ടുന്നതിന് മുമ്പേ ആയാലും, ദാറ്റ് ഈസ് ആത്മാ ലെവൽ ജീവാത്മ തലത്തിൽ എന്ത് പറഞ്ഞാലും, അതിന് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന ആ ഇന്നർ വേൾഡ് സ്പെക്യുലേഷൻ ക്യാൻ ബി കൺസിഡേർഡ്, എനിക്ക് തോന്നുന്നു, ആസ് ദ ഡിസ്കോഴ്സ്, ആസ് ദ ഇന്നർ
discourse. The discourse with respect to whatever is being, the possibility being of addressed. placing oneself by intuitive sympathy within the world of discourse is അപ്പൊ therefore അത് കണ്ടില്ല, ദ പോസിബിലിറ്റി ഓഫ് പ്ലേസിംഗ് വൺ സെൽഫ്. അതായത് ഇൻസ്റ്റിങ്റ്റീവായിട്ട് അത് അലൈൻ ചെയ്യാമെങ്കിൽ, the process of one instinctively aligning himself with that inner realm of speculation, അത് നടക്കുന്നത് അൺയൂഷ്വൽ അല്ല, അൺനാച്ചുറൽ അല്ല. നമ്മുടെ മോഡേൺ സയന്റിഫിക് മെത്തഡോളജിയിൽ നോക്കിയാൽ അത് ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഓഫ് ദ തിങ്കിങ് ഓഫ് മാൻ. കാരണം അവൻ പഠിച്ചതും സ്കൂളിൽ പഠിച്ചതും ചില എക്സ്പെരിമെന്റ്സ് ചെയ്തതും അതിൽ നിന്നും ചില നിഗമനങ്ങൾ വന്നെത്തിയതും അതൊക്കെ ഇതിനകത്ത് ഫീഡ് ചെയ്ത് ആ ചിത്തിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പം ആ ഇൻസ്റ്റിങ്റ്റീവായിട്ട് ഇൻറ്റ്യൂട്ടീവായിട്ട് ഡീൽ ചെയ്യുന്ന അത്തരം കാര്യങ്ങളെ കുറിച്ച് in that, say, the premises of an institute where he is learning something, or even if it is at home or wherever he is out in the society, ചില കാര്യങ്ങൾ ഗ്രഹിക്കുമ്പം അവിടെ ആ ഇന്റേണൽ ഡിസ്കോഴ്സ്, ഇന്നർ ഡിസ്കോഴ്സ്, ഇൻറ്റ്യൂട്ടീവ് ഡിസ്കോഴ്സ് നടക്കുന്നുണ്ട്. Within the world of discourse is therefore nothing unnatural to Sharadji, I'm sorry to disturb you, but that voice is breaking continuously. I will just read. The possibility of placing oneself by intuitive sympathy within the world of discourse is therefore nothing unnatural to modern scientific methodology. അപ്പോൾ അത് നെക്സ്റ്റ് സെന്റൻസിൽ വായിച്ചാലേ അത് ക്ലിയർ ആവുള്ളൂ. The limits of such a fusion of the observed and the observer are still to be reached in the scientific thought of the West. But we have seen how intrepid spirits like Schrödinger have begun to talk of neutral consciousness, where matter and mind meet schematically on common ground. അതാണ് നമ്മൾ ഈ പറയുന്ന, ഈ നേരത്തെ പറഞ്ഞ ഈ ജീവാത്മാവായാലും പരമബോധത്തിലേക്ക് പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിലേക്ക്. അപ്പൊ അവിടാണ് ഈ ആ പറയുന്ന ഈ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ വേദാന്തിക് ലിറ്ററേച്ചർ സയന്റിഫിക് മെത്തഡോളജിയിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ വരുന്നതാണ് നമുക്ക് മൈൻഡും മാറ്ററും എന്ന കോൺസെപ്റ്റ്സിലേക്ക് വരുന്നത്. അപ്പം അപ്പൊ ഈ പറയുന്നത് ഇൻറ്റ്യൂട്ടീവ് സിമ്പത്തി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വേദാന്തിക് ഇതിലാണ് നമ്മൾ പറയുന്നത്. ആ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഈ മൈൻഡും മാറ്ററും തമ്മിലുള്ള തീർച്ചയായിട്ടും. കാരണം മാറ്റർ, പുറത്ത് നിൽക്കുന്ന മാറ്ററിനെ കുറിച്ച് ഏതാണ്ടോ കണ്ടിട്ട് അതകത്ത് വരുമ്പം അതിന് മൈൻഡിന്റെ ഇതിനകത്ത് വരുമ്പം, റെൽമിൽ വരുമ്പം ആ മൈൻഡ് മാത്രമല്ല, റിമെമ്പർ ദ മൈൻഡ് ഓൾസോ ഈസ് അണ്ടർ is functioning, or it is under the effulgence of the consciousness. അത് യാതൊരു സംശയമില്ലല്ലോ. അതിന്റെ ആ വെളിച്ചത്തിലല്ലേ മൈൻഡിന്റെയും ആ ഫംഗ്ഷനിങ്, അല്ലാതെ തന്നെ ഫംഗ്ഷൻ ചെയ്യുമോ? അത് അവിടെ ഉണ്ട്. ഈ മൈൻഡിന്റെ ഇപ്പൊ നേരത്തെ നമ്മൾ ഈ അപ്രസെപ്റ്റീവ് മാസസ് നമ്മൾ പറഞ്ഞില്ലേ, ഹാബർട്ടേറിയൻ. അപ്പം അത് ആക്ച്വലി ഞാൻ അത് നോക്കിയപ്പം അപ്രസെപ്റ്റീവ് മാസസ് എന്ന് പറയുന്നത് ശരിക്കും ഐഡിയാസ് ആണ്. ഈ മെമ്മറീസ് വന്നിട്ട് ഐഡിയാസ് ഒറിജിനേറ്റ് ചെയ്യുന്നു. പിന്നെ അതിന്ന് ഒരു വന്നിട്ട് ചില ഐഡിയാസ് അത് നശിക്കുന്നില്ല, അത് നിലനിൽക്കുന്നതും. എന്നാൽ ഈ ഫോൺ ചെയ്യുന്ന ചില ഐഡിയാസ് ഇപ്പൊ ഉള്ള മെമ്മറിയുടെ അതിന്റെ പരിമിതിക്കുള്ളിൽ നിൽക്കാതെ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നതും, പിന്നെ അതിന് ശരിക്കും പാരലായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ചേരുന്ന രീതിയിലോ ഐഡിയാസ് വരുമ്പോഴത്തേക്ക് അത് പിന്നെയും അത് ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം ശരിക്കും ഈ പറയുന്ന മൈൻഡിന്റെ
ഒരു ഒരു എക്സ്പോസിഷൻ ആണ് ഈ സയന്റിഫിക്കലി ഈ പറയുന്ന. ഇപ്പൊ ഇത് തന്നെ ഞാൻ ആലോചിച്ചതാണ്. ഇപ്പൊ നമ്മൾ കൃഷ്ണമൂർത്തിയുടെ ടീച്ചിങ്സ് നോക്കി കഴിഞ്ഞാലും അതാണ് പറയുന്നത്. മൈൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന യുവർ തോട്ട്സ് വരുന്നത് അതിന്റെ ഒരു ഇതാണ്. അപ്പം perceptive masses are nothing but that it's the introspective self consciousness. അതാണ് അതിന് പറയേണ്ടത്. അല്ലെങ്കിൽ ഇൻട്രോസ്പെക്റ്റീവ് സെൽഫ് കോൺഷ്യസ്നസ്, സെൽഫ് ഒരു സെൽഫിന്റെ കോൺഷ്യസ്നസ്, സെൽഫിന്റെ ലെവലിലുള്ള കോൺഷ്യസ്നസ്. അതെ, നമ്മളത് പറയുന്നു. ഈ വേദാന്ത ലിറ്ററേച്ചറിന്റെ സയന്റിഫിക് എക്സ്പോസിഷൻ ആണ് ഈ അപ്രസെപ്റ്റീവ് മാസ് എന്ന് പറയുന്നത്, അല്ലേ? അതാണ്. ഓൾസോ it could also mean mental perception, especially the process of understanding something perceived in terms of the previous experience. അപ്പൊ നമുക്ക് ഒരു കണ്ടീഷൻ മൈൻഡ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ മൈൻഡിൽ നമ്മൾ എന്തെങ്കിലും പെർസീവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിത്തിൽ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ഈ ഒരു പുതിയ ധാരണ ഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ അത് അങ്ങനെ വന്നാൽ അപ്പോ എന്തോ ഉണ്ടാവും? ഹോറിസോണ്ടൽ ലെവലില് പല ചിന്തകളിൽ വരും, പല ഒബ്സർവേഷൻ മാറ്റർ കണ്ടിട്ട് മൈൻഡിന്റെ ലെവലില് വരുമ്പം ആ ഹോറിസോണ്ടൽ ആക്സിസില് കുറെ ആക്ടിവിറ്റീസ് നടക്കും. പക്ഷെ അതിന് അതീതമായിട്ട് പോയിട്ട് കുറച്ചുകൂടെ ആ ധാരണകള് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ, നന്നായിട്ട് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ, supposing say one being has some upasana or doing sadhana or internal engineering and he has transformed himself, then what can happen? His discourse, internal discourse will be on that vertical axis. Appo avangana varumbalana this is where the self or the ego with its total or limited self or the ego, അപ്പൊ ഇവൻ ഇവോൾവ് ചെയ്യുന്ന പ്രകാരം ഇരിക്കും. അവന് ആ സെൽഫ് ആയിട്ട് മാറുക, ആ ഈഗോയിനെ തള്ളിക്കളയാണെങ്കിൽ ദിസ് ഇസ് വേർ ദ സെൽഫ്, ലാസ്റ്റ് പാരഗ്രാഫ്, ദിസ് ഇസ് വേർ ദ സെൽഫ് ഓർ ദ ഈഗോ. അപ്പോ ഈഗോയ്ക്ക് എന്താണ്? ലിമിറ്റഡ് ആണ്. എന്നാ സെൽഫ് എന്ന് പറയുന്ന ടോട്ടൽ ആണ്. സോ ദിസ് ഇസ് വേർ ദ സെൽഫ് ഓർ ദ ഈഗോ എന്ന് പറയുമ്പം സെൽഫ് എന്ന് പറയുന്നത് ഈഗോ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ എന്ന് പറഞ്ഞ ഇതല്ലേ വരുന്നേ? അല്ലല്ല, കോറസ്പോണ്ടൻസ് നോക്കിക്കോണം. ദിസ് ഇസ് വേർ ദ സെൽഫ് ഓർ ദ ഈഗോ വിത്ത് ഇറ്റ്സ് ടോട്ടൽ ഓർ ലിമിറ്റഡ്. മനസ്സിലായി. അനദർ വൺ തിങ്, അതുപോലെ കോറസ്പോണ്ടൻസ് ആണ്. സെൽഫ് യൂണിലാറ്ററൽ ആണ് തീർച്ചയായിട്ടും, മറ്റേതാണെങ്കിൽ ബൈലാറ്ററൽ. മനസ്സിലായി. മറ്റേത് ലോപ്സൈഡഡ് ആണ്. ഇത് റെസിപ്രോക്കൽ. അപ്പൊ ഇങ്ങനത്തെ ഇവന്റ്സ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ സ്കീമാറ്റിക് ആയിട്ട് സ്ട്രക്ചറൽ ആയിട്ട് കാണിച്ചത്, ഇത് സ്ട്രക്ചറൽ അല്ലേ, മറ്റേ ആ ഹൊറിസോണ്ടലും വെർട്ടിക്കലും. അത് അപ്പോ the possibility of structural analysis inside the world of discourse. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ സ്പെക്കുലേഷൻസ് ഒക്കെ നടക്കുമ്പം ഒരു ബീയിങ്ങിന്റെ existential level is as a jivatma or as an atma or as a paramatma. Accordingly, you might be having that horizontal, that activity, the speculation at the level where the mind, not the consciousness, the mind and the matter will meet, and certain discourses or certain level of discourses take place. And then if that person through upasana rises to the level of atma, then he will be going up the vertical axis in his discourses, because his chitta is cleared of all the old perceptions, old previous experiences, and new files have been written. Guruji പറയുന്നത് പോലെ പുതിയ ഫയൽസ് എഴുതി വരുമ്പം അപ്പൊ ആ പിന്നെ ധാരണകൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ധാരണകളായിട്ട്, മെച്ചപ്പെട്ടെന്ന് നമ്മൾ പറയുന്നു, അത് ഒരു ചേഞ്ച്ഡ് ഒരു ധാരണയായിരിക്കും വരുന്നത്. ആ പഴയതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പുതിയ തലത്തില് പാർട്ടീസൺ അല്ലാത്ത രീതിയിൽ പോകേണ്ട റിയൽ രീതിയിൽ പോയി ഫോം ചെയ്യുന്നു. പിന്നെയും കുറച്ചുകൂടെ അങ്ങോട്ട് ഉയർന്നു പോകുമ്പോഴാണ്
ആ ബ്രഹ്മവിദ്യാ തലത്തിൽ ഈ ആത്മാവായിട്ടുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബീയിങ് ബ്രഹ്മവിദ്യയിൽ എത്തുമ്പോഴാണ്, അത് കിട്ടുമ്പോഴാണ് he will be going still higher up in that vertical axis, going to the omega point like. അപ്പോ അങ്ങനെ അതാ പറയുന്നത്, വാട്ട് എവർ endures in the form of memory or imagination, അത് ഓർത്തോണം. Memory and imaginations are the language of the mind, ഇല്ലേ? Whatever endures in the form of memory or imagination, that is retrospective, പണ്ടുള്ളത്, or prospective, വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ, takes place in the nominal axis in the center. അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി ഉയർന്ന് മറ്റേ ലെവലിലോട്ട് പോകുമ്പം ആ നോമിനൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയാം. നോമിനൽ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ആ വെർട്ടിക്കൽ ആക്സിസിൽ വരുന്നതായിട്ട് പറയാം. കാരണം അത് ഹയസ്റ്റ് ലെവലിൽ പോകുമ്പം ഒമേഗ പോയിന്റ് അല്ലേ, കുറച്ചുകൂടി താഴോട്ട് വരുമ്പോഴാണ് എന്ന് പറയുന്നത് ഇത് രണ്ടോട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അവിടെയാണ് അബ്സല്യൂട്ടിന്റെ സാധ്യത അല്ലേ? അതെ അല്ലേ? അതെ, ആക്സിസ് പറയാം. Memory endures in the form of imagination that is retrospective perspective takes place in the nominal axis in the center, spread out as a plane with multiple possibilities, like events on the surface of the ocean. You have to imagine an expansive universe of discourse, inclusive of all men anywhere, trying to match word with in any one of the thousands of vernaculars and prevail on the surface of the globe at any one time. എന്ന് പറഞ്ഞാൽ multiplicity of language, multiplicity of the thoughts, so many thoughts. See, expansive universe of discourse, പല 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 സ്പെക്കുലേഷൻസ് ആയിരിക്കും. അപ്പോ പല വ്യക്തികളുടെ പല ഡിസ്കോഴ്സസ് ഉള്ളിലുള്ളതും, അതും ഡിഫറെന്റ് വെർനാക്കുലറിലുള്ളത്, ഡിഫറെന്റ് ലാംഗ്വേജസിലുള്ളത്, ലോക്കൽ വേരിയേഷൻ ഉള്ളത്, ലോക്കൽ ലാംഗ്വേജ് വേരിയേഷൻ ഉള്ളത്, ഇതെല്ലാം എന്തായിരിക്കും? ഭയങ്കര പിന്നെ എന്താണ്, മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് അല്ലേ ഓൺ ദറ്റ് structural that plane, spread out on a plane with multiple possibilities അല്ലേ? നമ്മുടെ ആ ഹോറിസോണ്ടൽ ആക്സിസ് പോലെ ആ പല പോസിബിലിറ്റീസ് നടക്കുന്നത് പോലെ അല്ലേ? അപ്പോ ആ കാര്യം, അപ്പോ that is what is there, that vertical axisഉം ഹൊറിസോണ്ടൽ ആക്സിസും മറ്റേ അല്ലാതെ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പല 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 എന്താ വെച്ചാൽ ഈ പറയുന്ന നേരെ നമ്മൾ പറഞ്ഞില്ലേ, ജീവാത്മാ പരമാത്മാ. അപ്പം ഈ ജീവാത്മാക്കൾ, ഈ ഓഷ്യൻ എന്ന് പറയുന്ന പരമാത്മാവിന്റെ കിടക്കുന്നത്, ഈ പറയുന്ന ജീവാത്മാക്കളെല്ലാം കിടന്നിട്ട് ഇതെല്ലാം ഹാസ് ടു ഇന്റർസെക്ട്, ഇതെല്ലാം വന്നിട്ട് ഈ പരമബോധത്തിലേക്ക് വന്നു ചേരണം. അപ്പൊ അപ്പോഴാണ് ഈ പറയുന്ന വേർനാക്കിൾ, ഡിഫറെന്റ് വേർനാക്കിൾസ്, ഈ മൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ബൈപോളാരിറ്റി ഓർ മൾട്ടിപോളാരിറ്റി എക്സിസ്റ്റ് ഇൻ ദ വൺ സിംഗിൾ ഡൊമൈൻ ഓഫ് ദ ബ്രഹ്മ ഓർ ദ ഓഷ്യൻ. അപ്പം അതിലേക്ക് ഇത് എല്ലാം വന്ന് ആ നോമിനൽ ആക്സിസിൽ ഇത് ഇന്റർസെക്ട് ചെയ്യും. ഡിഫറെന്റ് വേർനാക്കുലേഴ്സ്, this matter and mind has been taking a place in the different bipolar this thing in the world. അതാണ് ഈ പറയുന്ന വേർനാക്കുലേഴ്സും എന്തൊക്കെ ആയാലും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിന്റെ ഒരു ഇതാണ്. അപ്പൊ ആ ഡിസ്കോഴ്സ് ശരിക്കും വന്ന് എത്തിത്തീരേണ്ടത് ഈ ബ്രഹ്മത്തിലാണ്. ബട്ട് ഡിസ്കോഴ്സ് എത്തിച്ചേരണം. പക്ഷെ അതല്ലാത്ത ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ആ ലെവലിൽ എത്തണം എന്ന് പറഞ്ഞാൽ ശരദ്ജി ഒന്ന് ചിന്തിച്ച്, ഡിസ്കോഴ്സ് ടോട്ടലി കുറയണ്ടേ, സൈലൻസ് വരണ്ടേ? ഡിസ്കോഴ്സ്, ഇന്റേണൽ ഡിസ്കോഴ്സ് സ്പെക്കുലേഷൻ ഒരു സ്റ്റേജ് കഴിയുമ്പം ആ വെർട്ടിക്കൽ ആക്സസിൽ എത്തുമ്പം എന്താണ് ശരിക്കും വേണ്ടിയത്? അല്ലമ്മേ, വേറൊരു ഇതുണ്ട്. He says different vernaculars has been mentioned. അപ്പം different types of conditioning of the mind are there.
based ഉണ്ട് on the ഉണ്ട് linguistic ഉണ്ട് or geographical or political, all these അതെല്ലാം conditions. ഉണ്ട്. Appo this discourse takes place between the mind and matter in these various multipolar conditions. When this discourse takes place in the horizontal plane, and Yes. it is this 0 point where the discourse, that is a nominal point where the discourse ends. Yes. ഇന്റർസെക്ഷൻ പോയിന്റ് വന്നിട്ട് നമ്മള് പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ഉയർന്നു വരുമ്പോഴല്ലേ 0 പോയിന്റ് എന്ന് പറയുന്നത്, ആബ്സല്യൂട്ടിന്റെ ലെവലിൽ എത്തുന്നത്. നമ്മൾ ഈ പറയുന്ന പഴയ ഗ്രീക്ക് ഫിലോസഫേഴ്സ് നമ്മൾ നേരത്തെയൊക്കെ വായിച്ചു പോയത്, ഗ്രീക്ക് ഫിലോസഫേഴ്സും ഇവരൊക്കെ പറയുന്ന ഓരോ, അവര് ശരിക്കും അവിടെ ഫിലോസഫി ആയാലും നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ പഴയ പ്ലാറ്റോ, അവരോരോ അരിസ്റ്റോട്ടിലും ഒക്കെ പറഞ്ഞ പറയുന്ന ആ സോളിന്റെ കോൺസെപ്റ്റ് തന്നെ നമ്മുടെ വേദാന്തത്തിലുള്ളത്. അപ്പോൾ അത് ഏത് ഡൊമൈനിലും ഈ പറയുന്നത് മൈൻഡും മാറ്ററും തമ്മിൽ. ഇപ്പം അത് തന്നെയാണ് പിന്നെ അദ്ദേഹം പിന്നെ വന്ന് സയന്റിഫിക് ഡൊമൈനിലേക്ക് കൊണ്ടുപോയി മാത്സും ഫിസിക്സും ഒക്കെ പറഞ്ഞിട്ട് അവസാനം വന്നിട്ട് ഏതിലായാലും പോയാലും, വേദാന്തിക് ലിറ്ററേച്ചർ ആയാലും വെർണാക്കുലേഴ്സ് വെച്ച് വേറെ ഡൊമൈനിൽ പോയാലും സയന്റിഫിക് ഡൊമൈനിൽ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഇതെല്ലാം മാറി വെർട്ടിക്കൽ ഇതിലേക്ക് എത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ. പിന്നെ ഒരു കാര്യം ഇവിടെ ഉണ്ട്, അതായത് അതെ, ആ സ്ട്രക്ചറൽ ആസ്പെക്ട്സിനെ കുറിച്ച് അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഇവിടെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്, ഈ പിന്നെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നതൊക്കെ ഉള്ളിലുള്ള ഈ സ്പെക്കുലേഷൻ അല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ആബ്സല്യൂട്ടിന്റെ ലെവലിൽ പോകുമ്പം ഈ ഡിസ്കോഴ്സ് ഇത്രയും മാത്രം വരുമോ? ഇല്ല, പൊളാരിറ്റി ഇത്രയും വരുമോ? നമ്മൾ പറയുന്നില്ലേ അവസാനം സൈലൻസ് ആയിരിക്കും. ഇപ്പൊ പറഞ്ഞ ചോദ്യവും ഇല്ല, ചോദ്യകർത്താവും ഇല്ല, അപ്പോ അവിടെ വരുന്ന അവിടുന്ന് അപ്പ വരുന്നത് ആ ലെവലിൽ വരുമ്പം പിന്നെ അവർക്ക് അപ്പോഴും ആ ലെവലിൽ നിന്നുകൊണ്ട് ഒരു സയന്റിസ്റ്റിനെ ചിന്തിക്കണമെങ്കിലും ഒരു സമഗ്രമായ ഒരു ചിന്തകളൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. ഹോൾസം തോട്ട്സ് ഫ്രം there it will be coming. So he will be in his discovery, he will be guided very well. For Archimedes principle പഠിച്ചിട്ടില്ലേ നമ്മൾ? ആർക്കിമീഡിയസ് പ്രിൻസിപ്പിൾ പഠിച്ചില്ലേ? അദ്ദേഹം അങ്ങനെ വെള്ളത്തിന് കിടന്നപ്പോ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുമ്പം കണ്ടപ്പോൾ അദ്ദേഹം മറ്റേ ആ ഒരു തലത്തിൽ നിന്ന് കാണുമായിരിക്കും, അപ്പോഴായിരിക്കും ഇത് ക്ലിക്ക് ചെയ്തത്. ആ സമഗ്രമായ ആ ഹോൾസംനെസ് വെർട്ടിക്കലി ചിന്തിച്ച് ആ ഒരു തലത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കവറി കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോഴും അയാൾ കറക്റ്റ് വിറ്റ്നസിംഗ് ആയിട്ട് നിന്നു. അപ്പൊ നമ്മളെ എപ്പോഴും ചബി വന്ന് കഴിയുമ്പോൾ വെള്ളം പുറത്തു പോകുന്നു. We take it as like that. But when we are able to go deep into it, go to the inner side of it, അങ്ങനെ ഈ ഇന്നർ എന്ന് പറയുന്നത് we are able to see it instantaneously. അപ്പോഴങ്ങനെ പോയാലേ ഉള്ളൂ. അതാണ് അവർ പറയുന്നത്, ഒബ്സർവേഷന്റെ കൂടെ സ്പെക്കുലേഷനും രണ്ടും ഉണ്ടാവുമ്പം ആ ഇന്നർ സീക്രട്ട്, ബാഹ്യമായിട്ട് കാണുന്നതിന്റെ ഇന്നർ സീക്രട്ട് കിട്ടും. അപ്പൊ കിട്ടുമ്പോഴാണ് ആ ശരിയായ ആ കാഴ്ച കാണുന്നത്, ആ ശരിയായ കാഴ്ച കിട്ടുന്നത്. അപ്പോഴാണ് ആ ഡിസ്കവറീസ് കൂടെ അപ്പൊ അങ്ങനെ ആ തലത്തിൽ ആയിരിക്കുമെന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ആ സ്ട്രക്ചറൽ പാറ്റേൺ അൾട്ടിമേറ്റ്ലി മനുഷ്യന്റെ മനസ്സിലുള്ള മൈൻഡും മാറ്ററും മീറ്റ് ചെയ്യുന്നിടത്ത് ഇങ്ങനെ നമ്മൾ ആ വെർട്ടിക്കൽ ലെവലിൽ ഉള്ള ആ റൈസിങ് നമ്മൾ മുകളിലോട്ട് പോകുവാണെങ്കിൽ, ചിലപ്പം താഴോട്ടും വരാം, മുകളിലോട്ട് പോകുവാണെങ്കിൽ, അപ്പൊ അതിന്റെ ആ ഒരു പാരഗ്രാഫ് മോഡി താഴെ വരുന്ന കാര്യം ഇവിടെ ഈ പാരഗ്രാഫ് നമ്മൾ തൊടാതെ നമ്മൾ ചാടിയത് ഒരു പാരഗ്രാഫ്. അതിനകത്തൊരു വേമിന്റെ കാര്യം പറയുന്നത് ഗോഡും ക്രിയേറ്ററും ഭയങ്കര രസമാണ് ആ പാരഗ്രാഫ്. അതെ അതെ അതെ. Think of total world of discourse, we have to remember two broad structural features. The most evident is the one we have referred to already as imaginary line or the film separating the precepts from the corresponding concepts.
whether they refer to Yes. abstract or concrete item. There are two distinct worlds at the of the content of the absolute in one and the same dictionary. Just ഇനിയാണ് അത് തുടങ്ങുന്നത്. There are two distinct worlds of the content of the absolute in one and the same dictionary. Yes. As a telephone directory can correspond to the number of subscribers with a telephone in a one-to-one correspondence. Each concept has its own precepts in the total world of discourse. മനസ്സിലായോ? അപ്പൊ മാറ്ററിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു പെർസെപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ധാരണ ഉണ്ടായി കൺസെപ്റ്റ് കാണും. അപ്പോ അങ്ങനെ വരുമ്പോ അവരെന്താ ചെയ്യണ്ടേ? നമ്മുടെ പിന്നെ സ്കൂളിലും കോളേജസിലും ഒക്കെ പോകുമ്പം ഓരോ കാര്യം നമ്മള് കേൾക്കുമ്പം ആ പഠിച്ച കാര്യങ്ങളൊക്കെ മാച്ച് ദ ഫോളോയിങ് പോലെ കൺസെപ്റ്റ് എന്താണ് കൺസെപ്റ്റ്, നമ്മൾ ആ കൺസെപ്റ്റ് വിൽ കോൾ അപ്പോൺ ദാറ്റ് കൺസെപ്റ്റ്. എന്തെങ്കിലും കണ്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചർ ടെൽസ് us ഡിസ്ക്രൈബ് സംതിങ്, അതിനനുസരിച്ചുള്ള കൺസെപ്റ്റ് നമ്മുടെ പെർസെപ്റ്റീവ് മാസ് അതനുസരിച്ച് വരും. ദ ടാസ്ക് ബിക്കംസ് മോസ്റ്റ് ഡിഫിക്കൾട്ട്. പക്ഷേ ഇതാണ് അതിന്റെ രസം. ദ ടാസ്ക് ബിക്കംസ് മോസ്റ്റ് ഡിഫിക്കൾട്ട് when the general idea, that is the concept, like that of God, general idea like that of God as the creator has to be matched with his corresponding creation or perceptual counterpart. അപ്പോ അവന് ഓണം, അപ്പൊ ഒരു ബീയിങ് അവന്റെ ഈ ഡിസ്കോഴ്സ് ഒക്കെ അകത്ത് നടക്കുമ്പം അവന് ഐഡിയാസ് ഒക്കെ വരുമ്പം അവന് സ്കൂളിലത്തെ പരിപാടി കുഴപ്പമില്ല, അവനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് വെച്ച് അവന് മാച്ച് ദ ഫോളോയിങ് ചെയ്യും. അവന് കണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ he will connect it to the ideas what he has about it, the concepts what he has been taught, what he has put into his mind, what has been put into his mind, അതനുസരിച്ച് അവൻ മാച്ച് ചെയ്യും. പക്ഷേ ഗോഡ് എന്ന് പറയുന്ന ആ ഒരു ജനറൽ ഐഡിയ സുപ്രീം which he has not experienced, then he has to match the corresponding creation of that God, that is അതിന്റെ പെർസെപ്ച്വൽ കൗണ്ടർപാർട്ട്. അതിന്റെ പെർസെപ്ഷൻ എങ്ങനെ അവൻ അനുഭവിച്ചറിയണ്ടേ? അവന്റെ സെൻസസും കൊണ്ട് ഗോഡിന്റെ പിന്നെ ഗോഡിന്റെ മാനിഫെസ്റ്റേഷൻ അവന് ബാഹ്യലോകത്തിൽ അവന്റെ സെൻസസും കൊണ്ട് ഗ്രഹിക്കാൻ പറ്റി. പക്ഷേ ഗോഡിന്റെ, അതായത് സുപ്രീമിന്റെ അതീന്ദ്രിയമായ ആ ക്രിയേഷന്റെ സീക്രട്ട്, ആ പെർസെപ്ഷൻ അവന് അതീന്ദ്രിയമായിട്ട് അവന് ഗ്രഹിക്കണം. ഇന്ദ്രിയം കൊണ്ട് പറ്റില്ല. അപ്പൊ അവന് അത് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അവൻ അത് പറ്റുമോ? ആ ഇന്റേണൽ ആ ഇന്നർ സീക്രട്ട് അവന് കിട്ടുമോ? അവന് കിട്ടൂല. These two poles of God and his creation may be said to mark the whole range of the vertical axis. അതാണ്. അപ്പോ ആ ക്രിയേഷൻ, ഗോഡ് എന്ന് പറയുന്ന ആ ഒമേഗ പോയിന്റും ഹിസ് ക്രിയേഷൻസ് വിൽ ഓൾ കം ഇൻ ദാറ്റ് വെർട്ടിക്കൽ ആക്സിസ് വേർ സിമയോട്ടിക് പ്രോസസ് മൂവ് ആസ് ഇറ്റ് വേർ ഇൻ എ വർം ലൈക്ക് ഫാഷൻ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. അതായത് ഓരോരുത്തരുടെ ആ ലെവൽ അനുസരിച്ച് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോക്ക്. മീൻസ് ദാറ്റ് ദ വേ ഓഫ് going to that higher level of perception, ധാരണ ഉണ്ടാവുന്നു. ഉയർന്ന ആ ധാരണകൾ ഉണ്ടാവണമെങ്കിൽ ഓഫ് ഡിവിനിറ്റി അത് എങ്ങനെ അക്വയർ ചെയ്യുന്നു? അത് ആ സീമയോട്ടിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരച്ചാല് ഒരു ഇല്ലേ, റിലേറ്റിംഗ് ടു സൈൻസ് ആൻഡ് സിമ്പിൾസ് അല്ലേ, അത് സിമയോട്ടിക് പ്രോസസ് അങ്ങനെ കാണിക്കുവാണെങ്കിൽ മൂവിങ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ഇൻ എ വേം ലൈക്ക് ഫാഷൻ, അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. Such is the first broad division we have to make. The mortality of man is more than a probability, and even one man dead by lightning stroke fully proves such a possibility. മനുഷ്യന്റെ മോർട്ടാലിറ്റി ഈസ് മോർട്ടൽ എന്ന് ഉള്ള കാര്യം is more than a probability. തീർച്ചയായിട്ടും മോർ ദാൻ എ പ്രോബബിലിറ്റി, തീർച്ചയായിട്ടും അത് നടക്കും, ഒരു ദിവസം നടക്കുന്നതാണ്. ബട്ട് ഇറ്റാലിറ്റി എന്ന് പറയുമ്പോൾ, ബട്ട് ദാറ്റ് ഹീസ് ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ അവനെ അറിയുന്നോ ഇല്ലയോ അത് വേറെ ഒരു കാര്യം.
പക്ഷെ മോർട്ടാലിറ്റി ഇസ് മോർ ദാൻ എ പ്രോബബിലിറ്റി. And even one man dead by lightning stroke fully proves such a possibility. Both have to belong together to a common world of discourse. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവേണ്ടതാണ്. മോർട്ടാലിറ്റി ആൻഡ് ഇമ്മോർട്ടാലിറ്റി രണ്ടിനെയും കുറിച്ച് നമുക്ക് മോർട്ടൽ ലെവലിൽ നിൽക്കണ്ടെങ്കിൽ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിൽക്കണ്ടെങ്കിൽ, ആ വെർട്ടിക്കൽ ആക്സിസിന്റെ ആ തലത്തിൽ പോകണമെങ്കിൽ അങ്ങനെയും ആകാം. ദാറ്റ് ഈസ് എ പോസിബിലിറ്റി ഓൾസോ എന്നുള്ളത് രണ്ടിനെയും ആ ഒരു കോമൺ പോയിന്റിൽ ചെന്നെത്തിക്കുന്ന ആ ആബ്സല്യൂട്ടിന്റെ ആ ലെവലില് ആ നോർമേറ്റീവ് സയൻസ് അല്ലേ, നോർമലൈസേഷനും ന്യൂട്രലൈസേഷനും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ എന്താ പറഞ്ഞാലും ഈ പ്രോസസ്സിൽ ഈ സ്ട്രക്ചറൽ റെപ്രസെന്റേഷനിൽ തീർച്ചയായിട്ടും ആ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ എന്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഭാഷണത്തിനെ കുറിച്ച്, അവർ സ്പെക്കുലേഷൻ, ഇന്നർ സ്പെക്കുലേഷനെ കുറിച്ചാണ്. ആ സ്പെക്കുലേഷൻ അറ്റ് വാട്ട് ലെവൽ അറ്റ് എക്സിസ്റ്റൻഷ്യൽ ലെവൽ അനുസരിച്ചിരിക്കും എന്ന് ഉള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിനിയും ഇന്നത്തെ കാര്യം അങ്ങ് തീർക്കാൻ, ബാക്കിയുള്ളത് നമ്മൾ ചെയ്തു. ബാക്കിയുള്ളത് അപ്പർസെപ്റ്റീവ് മാസസ് ചെയ്തല്ലോ. നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇതിന് മുമ്പേ ഈ ടേംസ് വന്നായിരുന്നു, അപ്പൊ നമുക്കത് മനസ്സിലായില്ലായിരുന്നു. പേജ് നമ്പർ 108 അതായത് പിന്നെ ഇതിന് മുമ്പേ ഉള്ള സെക്ഷനില് പോസിബിലിറ്റി ഓഫ് സ്ട്രക്ചറൽ അനാലിസിസിന്റെ മുമ്പേ ഉള്ള ബാക്കിലോട്ട് പോയാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, സിക്സ്, സെവൻത് ബാക്ക്വേർഡ് പോയാൽ സെവൻത് പാരഗ്രാഫില്, സെവൻത് ലാസ്റ്റ് പാരഗ്രാഫില് ഓർക്കുന്നുണ്ട് ഈ അപ്പർടെയിൻസ് എന്നും പറഞ്ഞൊരു ടേം ഉണ്ടായിരുന്നു. അപ്പർസെപ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, അണ്ടർ 5 ഗ്രൂപ്പ്സ് 21 ആക്സിയോംസ് ഉണ്ടായിരുന്നെന്നും അപ്പർടെയിൻസ് എന്നുള്ള അപ്പർടെയിനൻസ് and that one term was there to something. അത് അപ്പർടെയിനൻസ് അല്ലേ അമ്മ പറയുന്നേ? അതെ അത് വേറേതാണ്. ഇത് അപ്പർസെപ്റ്റീവ് മാസസ് ആണ്. ചേർന്നിരിക്കുന്നത് അത്രേ ഉള്ളൂ. അതെ ചേർന്നിരിക്കുന്നത്. പിന്നെ ഓർഡർ, ക്രമം, പിന്നെ ഇക്വാലിറ്റി, അപ്പൊ ഈക്വൽ ആകും. അതെല്ലാം മാത്സിന്റെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ പഠിക്കും. അപ്പൊ തൽക്കാലത്തേക്ക് ഇന്നത്തെ ഇത് മതിയല്ലോ. We bow and surrender ourselves to the ever and all effulgence of the absolute. Love. Love, bliss. Hari Om.